राहुल गांधी जी अपना रायबरेली का सीट रखना चाहिए। वायनाड से खाली सीट पे प्रियंका जी लड़ना चाहिए। हमारे प्रधानमंत्री आपके सामने आते हैं तो महंगाई का शब्द उनके मुंह से नहीं निकलता। 2019 സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നാൾ മുതൽ പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എതിരാളിയായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഗാന്ധി കുടുംബത്തിന്റെ കുത്തക സീറ്റായ റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ പിൻഗാമി പട്ടവും ചാർത്തിക്കൊടുത്തിരുന്നു. എന്നാൽ പ്രവചനങ്ങളെയെല്ലാം ഇളിമ്പ്യരാക്കി കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങ് കേരളത്തിൽ വയനാട് സീറ്റാണ് പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സഹോദരൻ രാഹുൽ ഗാന്ധി 2 തവണ പുഷ്പം പോലെ ജയിച്ചു കയറിയ വയനാട്ടിൽ പ്രിയങ്ക റെക്കോർഡ് ഭൂരിപക്ഷം ഉയർത്തുമെന്നാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പ്രതീക്ഷ. 2019 രാഹുൽ വയനാട്ടിൽ ആദ്യ ജയം കുറിച്ചത്. നരേന്ദ്രമോദി പ്രഭാവത്തിൽ BJP മൃഗീയ ഭൂരിപക്ഷം നേടിയ ആ തിരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിന്റെ മറ്റൊരു കുത്തക സീറ്റായ അമേഠിയിൽ പരാജയപ്പെട്ട രാഹുലിന് 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നൽകിയാണ് വയനാട്ടുകാർ ജയിപ്പിച്ചത്. ഇത്തവണ രാഹുൽ വീണ്ടും വയനാട്ടിൽ മത്സരിച്ചെങ്കിലും അമേഠി കൈയൊഴിഞ്ഞ റായ്ബറേലിയാണ് സ്വീകരിച്ചത്. മത്സരിച്ച 2 ജയിച്ചതോടെ വയനാടിനെ വിട്ട് റായ്ബറേലി നിലനിർത്തുകയായിരുന്നു. അതോടെ വയനാട്ടിൽ ഇനി ആരെന്ന ചോദ്യമാണ് ഉയർന്നത്. അതിനുള്ള ഉത്തരമാണ് പ്രിയങ്കയിലൂടെ കോൺഗ്രസ് നൽകുന്നത്. 2004 റായ്ബറേലിയിൽ അമ്മ സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായാണ് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ വേദിയിലെത്തുന്നത്. 2009, 2014 തിരഞ്ഞെടുപ്പുകളിൽ സോണിയയുടെ രാഹുലിന്റെയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവ സാന്നിധ്യമായ പ്രിയങ്ക കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തത് 2017 ആ വർഷം നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയും റായ്ബറേലിയും അടക്കം 14 പ്രധാന മണ്ഡലങ്ങളുടെ പൂർണ്ണ ചുമതല കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചത് പ്രിയങ്കയെയായിരുന്നു. രാഹുൽ സംസ്ഥാനമൊട്ടാകെ നടന്ന പ്രചാരണം നയിച്ചപ്പോൾ പ്രിയങ്ക ഈ മണ്ഡലങ്ങളുടെ ഓരോ മുക്കിലും മൂലയിലുമെത്തി. എന്നാൽ വിചാരിച്ച മുന്നേറ്റം അത്തവണ ഉണ്ടാക്കാൻ പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും കഴിഞ്ഞില്ല. 403 സീറ്റുകളിൽ 305 ജയിച്ച BJP മൃഗീയ ഭൂരിപക്ഷം നേടിയപ്പോൾ കോൺഗ്രസ് സമാജ്വാദി സഖ്യം 68 സീറ്റുകളിൽ ഒതുങ്ങി. എന്നാൽ പ്രിയങ്കയ്ക്ക് കൂടുതൽ ചുമതലകൾ നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് UPയിൽ പൂർണ്ണ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കയെ രാഹുൽ നിയമിച്ചു. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും UPയിൽ കനത്ത തിരിച്ചടിയാണ് പ്രിയങ്കയെയും കോൺഗ്രസിനെയും കാത്തിരുന്നത്. ഒരേ ഒരു സീറ്റ് മാത്രമാണ് അത്തവണ UPയിൽ നിന്ന് കോൺഗ്രസിന് നേടാനായത്. അത് സോണിയ മത്സരിച്ച റായ്ബറേലിയിലാണ്. അമേഠിയിൽ രാഹുലിന്റെ തോൽവി ഉൾപ്പെടെ കോൺഗ്രസ് അടിതെറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ പ്രിയങ്കയുടെ നേതൃപാടവം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീടുള്ള 5 വർഷക്കാലം UP കേന്ദ്രീകരിച്ച് തന്നെ പ്രിയങ്ക പ്രവർത്തിച്ചു. ഇതിനിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരാജയം രുചിച്ചെങ്കിലും പിന്മാറാൻ തയ്യാറാകാതെ പ്രവർത്തിച്ച പ്രിയങ്കയുടെ പ്രവർത്തന മികവ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UPയിൽ കോൺഗ്രസ് ഏറെ ഗുണം ചെയ്തു. തകർച്ചയിൽ നിന്ന് വമ്പൻ തിരിച്ചുവരവാണ് ഇത്തവണ പാർട്ടി സംസ്ഥാനത്ത് നടത്തിയത്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും UP കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പ്രിയങ്കയ്ക്കുള്ളതാണ്. ആ മികവ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രിയങ്കയെ പാർലമെന്റിലേക്ക് അയക്കാൻ ഈ ഒരു തീരുമാനമെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ.